സമയമാറ്റത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സമസ്ത ഒരു ഭാഗത്ത് പറയുന്നു. മറുഭാഗത്ത് വിദ്യാഭ്യാസ മന്ത്രി കടുകട്ടി പ്രയോഗമായി നിൽക്കുകയാണ്. സമസ്തയുടെ അഭിപ്രായവുമായിട്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകില്ല, സ്കൂൾ സമയമാറ്റം കാണുമെന്നുള്ളത് പറയുന്നു. പക്ഷേ ഒരു സമവായത്തിലെത്താൻ സർക്കാരിനും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനും സമസ്തയ്ക്കും പറ്റുന്നില്ല. സമസ്ത പല രീതിയിൽ പറയുന്നു. മതപഠനത്തെ ഒഴിവാക്കാനാവില്ല, അതുകൊണ്ട് സർക്കാരിനെ പിന്തള്ളേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് സമസ്ത പോവുകയാണ്. വൈകുന്നേരത്തേക്ക് കൂടുതൽ സമയം പഠനവുമായി സമയം മാറ്റുക എന്നുള്ള രീതിയും സമസ്ത പറയുന്നു. ഇതിപ്പോൾ എവിടെ ചെന്നെത്തും? ഇപ്പോൾ എത്തിച്ചെന്ന് ശിവൻകുട്ടിയുടെ രാജി അതെന്നാണെന്ന് നോക്കിയാൽ മതി. മിക്കവാറും നാളെ തന്നെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടാവും. സുഖചികിത്സയും കഴിഞ്ഞിട്ട് വന്നിട്ട് ഉടനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അന്നൊരു തീരുമാനം എടുക്കുന്നതിന് സമയമെടുക്കും. 24 മണിക്കൂറിനകം ഇദ്ദേഹം രാജിവെച്ച് പോകേണ്ടി വരും. ഈ നിലപാട് തന്നെ തുടരുകയാണെങ്കിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. രാജിവെക്കേണ്ട കാര്യം, സമസ്തയെ പേടിക്കേണ്ട കാര്യം മന്ത്രി ശിവൻകുട്ടിക്ക് എന്താണ്? അതല്ലേ പ്രശ്നം. 12 ലക്ഷം എന്നാണ് പറയുന്നത്. സമസ്ത അവിടെ ചെന്ന മുത്തുക്കോയ തങ്ങൾ ജിഫ്രി തങ്ങൾ പറയുന്നത് 12 ലക്ഷം. അങ്ങനെയാണ് 12 ലക്ഷം. ഈ 12 ലക്ഷം എന്നാൽ 12 ലക്ഷം കുട്ടികൾ അവരുടെ ഭാവിയെയാണ് ബാധിക്കുന്നത്. നിങ്ങളുടെ സ്കൂൾ സമയക്രമം 12 ലക്ഷം. ഈ 12 ലക്ഷം നിങ്ങളുടെ വോട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. ഈ 12 ലക്ഷം മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ എത്രയാവും? 12 10 1.5 ലക്ഷം 1.5 കോടി അങ്ങനെ അങ്ങ് പോകുന്നതാണ്. ഇത് ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണത്. മര്യാദയ്ക്ക് നോക്കിയോ? അതല്ലേ ഇന്നലെ പറഞ്ഞത്. ഞങ്ങളുടെ മതത്തിൻ്റെ താല്പര്യത്തിനെതിരായിട്ട് നിങ്ങൾ സമയക്രമം എന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾ കാണും, നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ള ഭാഷയിലാണ്. അങ്ങനെയാണെങ്കിൽ സമസ്തയുടെ സമയക്രമവുമായിട്ട് വിദ്യാഭ്യാസ വകുപ്പിനും മറ്റുള്ള ജനങ്ങളും നിൽക്കേണ്ടതായിട്ടുണ്ട്. അതൊന്നുമല്ല. ഞങ്ങൾക്ക് അതൊന്നും അറിയണ്ട. ഞങ്ങളുടെ കുട്ടികൾക്ക് മദ്രസയിൽ പോകണം, പഠിക്കണം. അവർക്ക് കാഫിറിനെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം കിട്ടും. സ്വർഗത്ത് ഊറികളുണ്ട്, അവിടെ സ്വർണ്ണ നദിയുണ്ട്, അവിടെ നദിയിൽ തേന്മഴ ഒഴുകുന്നുണ്ട്, അതുപോലെ തന്നെ പാൽമഴ ഒഴുകുന്നുണ്ട്. എല്ലാ ഹൂറികളെന്ന് പറയുന്ന സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളുമുണ്ട്. അങ്ങനെയുള്ള ആ സ്വർഗത്തേക്ക് ഇവിടെ ആരും മരിക്കുന്നില്ല. കൊന്നു കഴിഞ്ഞാൽ ആരും മരിക്കുന്നില്ല. അത് തെറ്റാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കൊന്നു കഴിഞ്ഞാൽ തെറ്റില്ല. അതിൽ കൊന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ജീവിച്ചിരിക്കുകയാണ്. മരിച്ചവർ ഇസ്ലാമായിട്ടുള്ളവർ ജീവിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് പഠിപ്പിക്കാൻ ഈ മദ്രസ സമയം ചോദിക്കുന്നത്. സ്കൂളിൻ്റെ സമയം മാറ്റിയിട്ട് മദ്രസയ്ക്ക് സമയം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഈ പറയുന്നതിൻ്റെ രത്ന ചുരുക്കം. എന്ന് പറഞ്ഞാൽ സ്കൂളുകളേക്കാൾ പ്രധാനം മദ്രസ തന്നെയാണെന്നാണ് പറയുന്നത്. ഇതാണ് ശിവൻകുട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ധിക്കരിച്ചത്. അങ്ങനെ നിങ്ങളുടെ ആജ്ഞകളൊന്നും ഇങ്ങോട്ട് ഏൽപ്പിക്കേണ്ട. വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല, നമ്മുടെ കോടതി അംഗീകരിച്ച സമയക്രമമാണ്. അപ്പോൾ കോടതിയേക്കാൾ ശക്തമാണോ സമസ്ത? അതനുസരിച്ച് മാറ്റണമെന്നാണ് പറയുന്നത്. നോക്കൂ, നമ്മൾ വീണ ഒരിക്കലും മാപ്പർഹിക്കാത്ത ഒരു അപരാധത്തിൻ്റെ സാക്ഷിയായി നിന്നിട്ട് മെഡിക്കൽ കോളേജിൽ അവിടെ ജീവൻ്റെ തേടി വന്ന ആളിൻ്റെ കൂട്ടിരിപ്പുകാരിയായിട്ട് വന്ന അമ്മയ്ക്ക് മേലെ ആ കെട്ടിടം ഇടിഞ്ഞ് വീണപ്പോൾ അതറിയാതെ അവർ അവിടെ കിടന്ന് ജീവന് വേണ്ടി നിലവിളിച്ചപ്പോൾ അതറിയാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ട് ആളൊന്നുമില്ല, പേരുമില്ല, VN വാസവനും ഒക്കെ പറഞ്ഞപ്പോൾ ആ വീണയെപ്പോലും പിന്തുണച്ച പാർട്ടിയും സർക്കാരുമാണിത്. MV ഗോവിന്ദൻ, അങ്ങനെ എത്ര പേര് ആ കുട്ടിക്കൊരു തെറ്റു പറ്റിയിട്ടില്ലെന്ന് ശ്രീമതി ടീച്ചർ. ഇവരെല്ലാം പറഞ്ഞതല്ലേ, ഇവരെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വന്നില്ലേ. പിന്നെ DYFI വീണ ജോർജിനെ എങ്ങാണോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ സഖാക്കൾ കാണിച്ചു കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പഴയൊരു SFIക്കാരനായിട്ട് തിരുവനന്തപുരത്ത് ഒരുപാട് തല്ലുകൊള്ളുകയും ഒരുപാട് തല്ലു കൊടുക്കുകയും ചെയ്ത നമ്മുടെ സഭയിൽ പോലും അതെ ആ ശിവൻകുട്ടി ആ നിയമസഭയിൽ അതെ നിയമസഭയുടെ ആ രംഗങ്ങളൊക്കെ കാണിച്ച ആ ഒരാൾ പിണറായിക്ക് വേണ്ടിയിട്ട് അത്രയൊക്കെ വിയർപ്പൊഴുക്കിയ ഒരാളാണ് ഇപ്പോൾ സമസ്തയുടെ വിധിക്ക് മുമ്പിൽ നിസ്സഹായനായിട്ട് നമ്മുടെ നിമിഷപ്രിയ അവിടുത്തെ ഈ ശരീഅത്ത് കോർട്ടിന് മുമ്പിൽ നിൽക്കുന്നത് പോലെ നിൽക്കുന്നത്. യമനിലെ ശരീഅത്ത് കോർട്ടിന് മുമ്പിൽ നിൽക്കുന്നത് പോലെ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങാനായിട്ട് ഇരു കൈകളും പൂട്ടി നിൽക്കുന്ന ഒരു ഗതികേടാണ്. ഒരൊറ്റ പാർട്ടി പ്രവർത്തകൻ, ഒരു SFI പ്രവർത്തകൻ, ഒരു DYFI പ്രവർത്തകൻ, പോട്ടെ ഒരു CITU പ്രവർത്തകൻ, ഇളമരം കരീം, പിണറായിക്ക് എതിരായിട്ടുള്ള ആൾ പോലും ഒരു വാക്കും ഇന്നുവരെ അല്ലെ പാദപൂജ ചെയ്തതിനെതിരെ ഈ SFI പ്രവർത്തകരൊക്കെ ഭയങ്കര ഘോരഘോരമായിട്ട് എന്തായിരുന്നു ബഹളം. ഇപ്പൊ കോടതി പോകുന്നു, അത് ചെയ്യുന്നു. പക്ഷേ സമസ്ത എന്ന് പറയുന്ന സമസ്തയുടെ ഈ ഒരു തീരുമാനം, അതായത് മദ്രസയിൽ പഠനം നടത്തണം എന്ന്
അവർ ആവശ്യപ്പെടുമ്പോൾ അതിലെന്താണ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസമാണ് അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്താണ്? കുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ്, വിദ്യാഭ്യാസത്തിന്റെ സമയക്രമങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇതൊക്കെ പറയുന്ന ഈ പറഞ്ഞോണം യുക്തിവാദികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ SFI പ്രവർത്തകർ ഇപ്പൊ എവിടെ പോയി? അത് നടക്കൂല, മതപഠനം അത് നിങ്ങൾ മാറ്റി വെച്ചണം, കുട്ടികൾക്ക് കൃത്യസമയത്ത് പഠനം നൽകണം, അത് സർക്കാരിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞ് ഒരു കൊടി കുത്താൻ എന്താ ഒരാൾ വരാത്തത്? ഒറ്റക്കെട്ടായിട്ടാണ് സമസ്ത എന്ന് പറയുന്നത്. സമസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, സമസ്ത കേരള ജംഇയ്യത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണ് സമസ്ത. അതിൻ്റെ ആദ്യത്തെ വാക്കെടുത്ത സമസ്താപരാധം ക്ഷമിക്കണമേ എന്ന് ശിവൻകുട്ടി പറയാതെ അവർ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള മട്ടിലാണ് അവർ. സമയം മാറ്റിയേ പറ്റൂ, മദ്രസയിൽ പോകേണ്ട കുട്ടികളുടെ താല്പര്യം നോക്ക്, സ്കൂൾ കുട്ടികളുടെ താല്പര്യം അത് വേറെ കാര്യം. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ട് വരും. കാരണം ഇവരിപ്പോ സമസ്ത പറയുന്ന വൈകുന്നേരത്തേക്ക് 1/2 മണിക്കൂർ നീട്ടാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള കുട്ടികൾ ഇപ്പൊ ക്രിസ്ത്യൻ ചർച്ചുകളിൽ ചില സന്ദർഭങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന കുട്ടികൾ ഈവനിങ് ഇതിന് പോകുന്നവർ കാണും. അല്ലെങ്കിൽ ഇനിയിപ്പോ ഹിന്ദുക്കൾ പറയാ ഞങ്ങൾക്ക് അവരുടെ മതപഠന ക്ലാസ്സുകളുണ്ടല്ലോ, മതപഠന ക്ലാസ്സിന് ഞങ്ങൾ വൈകുന്നേരം വെക്കാൻ പോവാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് 1/2 മണിക്കൂർ നീട്ടിത്തന്നാൽ ഞങ്ങൾക്ക് പറ്റൂല, അത് സാധിക്കില്ല എന്ന് ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവര്? അല്ല അതല്ലല്ലോ ഞങ്ങൾ ഓരോ മതവിഭാഗങ്ങൾ ഇത്തരത്തിൽ പറയാ. ഇപ്പൊ സമസ്ത പറയുന്നു വൈകുന്നേരം 1/2 മണിക്കൂർ കൂട്ടാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളിൽ പറയുക നടക്കുന്ന കാര്യമല്ല, ഞങ്ങൾക്ക് വൈകുന്നേരം ഞങ്ങളുടെ കുട്ടികൾക്ക് നേരത്തെ വിട്ടെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങും, കുട്ടികൾ ഇത്ര സമയത്ത് എത്തിച്ചേരണം എന്ന് അവർ പറയുന്നു. ഒപ്പം ഹിന്ദു സംഘടനകൾ പറയാണ് പറ്റില്ല, നടക്കുന്ന കാര്യമല്ല, വൈകുന്നേരം ഞങ്ങളുടെ ദേവാലയങ്ങളും ഇത്തരത്തിൽ കുട്ടികളുടെ ക്ലാസ് ഗീതാ പഠന ക്ലാസ്സുകളുണ്ടല്ലോ വെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻകുട്ടി എന്ത് ചെയ്യും? ആരുടെ പക്ഷത്തിൽ? ശിവൻകുട്ടി നിൽക്കുന്ന പക്ഷത്തെ ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പോൾ പിന്തുണയ്ക്കുകയാണ്. ഏത് നിമിഷവും അദ്ദേഹം അതിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സമ്മർദ്ദം പിടിച്ചു നിർക്കാം, പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദം, അതുപോലെ തന്നെ സമസ്ത കേരള മുസ്ലിം ജമായത്തെ ഇസ്ലാമിയിൽ നിന്നുള്ള സമ്മർദ്ദം, ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഒരു മനുഷ്യന് രാഷ്ട്രീയമായിട്ട് പിടിച്ചു നിൽക്കാൻ പറയാം. അല്ലെങ്കിൽ ഗോവിന്ദപിള്ള സാറ് ചെയ്തതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള ഉപവാസം നടത്തണം, രാഷ്ട്രീയമായിട്ടുള്ള കാനനവാസത്തിലേക്ക് അദ്ദേഹം പോകേണ്ടി വരും. തൻ്റെ ഇടമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് മതനിരപേക്ഷപക്ഷം, മതനിരപേക്ഷമാണ്, സെക്യുലറാണ് ഇന്ത്യ എന്നെപ്പോഴും അവകാശപ്പെടുന്ന, ഭരണഘടനയെ പിടിച്ച് ആണയിടുന്ന, അതിൻ്റെ പ്രീ ആമ്പിളിൽ പോലും മതേതരമെന്ന് എഴുതി ചേർത്തതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് ഒരു മതപഠനത്തിന് വേണ്ടിയിട്ട് ആ ഒരു മതസംഘടനയുടെ ശാസനത്തിന് വഴങ്ങി കോടതിയുടെ പോലും വിധിയെ അട്ടിമറിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സമയം അനുവദിക്കണമെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു ഇസ്ലാമിക രാജ്യത്തിന് പോലും അംഗീകരിക്കാത്ത ദുർവാശിയും പിടിവാശിയുമാണോ? അതിൻ്റെ മുമ്പിൽ പക്ഷേ ഇത് കേരളമായതുകൊണ്ട്, ഒന്നുകൂടി പറയുന്നു, ഇത് കേരളമായതുകൊണ്ട് ശിവൻകുട്ടിയെപ്പോലുള്ള മന്ത്രിക്ക് പോലും പിടിച്ചു അദ്ദേഹത്തിന് ഒറ്റപ്പെട്ടില്ലേ? അദ്ദേഹത്തെ ഒറ്റപ്പെട്ട് ആക്രമിക്കുകയാണ്. പാർട്ടിയുടെ നിശബ്ദത എന്ന് പറയുന്നത് നിഷ്പക്ഷതയല്ല, ഒരു പക്ഷമാണ്. നിശബ്ദതയുടെ അർത്ഥം രഞ്ജിനി, നിശബ്ദതയുടെ പക്ഷം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ പാർട്ടിക്കാർ മുഴുവൻ, ബാക്കി ശിവൻകുട്ടി ഒഴികെ എല്ലാവരും സമസ്തയുടെ പക്ഷത്താണെന്നാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി പോലും. അല്ല, വീണയുടെ കാര്യം പറഞ്ഞപ്പോൾ സാറും ശരിയാണ്. വീണയുടെ കാര്യം വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഘോര സപ്പോർട്ട് ചെയ്തപ്പോൾ ശിവൻകുട്ടിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. മിനിസ്റ്റർ എടുക്കുന്ന തീരുമാനം ശരിയാണെന്ന് പോലും പറയുന്നില്ല. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി മന്ത്രിക്ക് സർക്കാരിന്റെ തീരുമാനത്തോട് അല്ലെങ്കിൽ സർക്കാർ പറയുന്ന നിലപാടിനോട് അനുകൂലമായി സമസ്തയ്ക്ക് നിന്നു കഴിഞ്ഞാൽ മറ്റുള്ള വിദ്യാർത്ഥികളുടെ പേരൻസ് ഇത്തരത്തിൽ കോടതിയിലേക്ക് പോകില്ലേ? തീർച്ചയാണ് 100% ശരിയാണ്. അതുപോലെ എനിക്കിപ്പോൾ ഈ ശിവൻകുട്ടിയുടെ അവസ്ഥയെ ഉപമിക്കാൻ തോന്നുന്നത് ദൃശ്യഭാഷയിൽ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവല്ലോ. കീരിക്കാടൻ ജോസഫിൻ്റെ ആ പ്രഹരമേൽക്കാൻ വേണ്ടി ചന്തയുടെ മധ്യത്തിൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ആ മോഹൻലാലിൻ്റെ ആ ദൃശ്യമാണ്, കിരീടത്തിലെ മോഹൻലാലിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് ശിവൻകുട്ടിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ. അത്തരമൊരു വിപര്യത്തിലാണ്, ഒറ്റപ്പെടലിലാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിനുള്ള സഹതാപം തോന്നുന്നു ശിവൻകുട്ടി.